Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon, madam. Afternoon. ആരാ prayer പാടുന്നത്? ഞാൻ പാടാൻ പറ്റാ. ചന്തമേറിയ പൂവിലും ശബളാഭമാം ശലഭത്തിലും സന്തതം കരതാരി എന്നൊരു ചിത്രചാതുരി കാട്ടിലും ഹന്തചാരുകടാക്ഷമാലകളർക്കരശ്മിയിൽ മീട്ടിയും ചിന്തയാം മണിമന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ. Okay. Signing ആരാ? ഞാനൊരു ആക്ഷൻ സോങ് ആണ്. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ ഇതൊന്ന് ക്യാമറ ഓൺ ആക്കട്ടെ. Okay. Good afternoon ma'am. Good afternoon all. Clap, clap, clap. Two little hands of clap, clap, clap. Two little legs go tap, tap, tap. Two little eyes wide to open wide. One little heads go side to side. ഇപ്പൊ ഞാൻ ബാങ്കിൽ പോകണം, അതുകൊണ്ടാ പെട്ടെന്ന് ചെയ്തിട്ടങ്ങ് പോവാലോ എന്ന് പറഞ്ഞോണ്ട്. ഇന്ന് കയറും ഇല്ലയോന്ന് അറിയത്തില്ലായിരുന്നു, അതുകൊണ്ട് ഒന്നും കൂടെ നോക്കിയില്ല. കഴിഞ്ഞ ക്ലാസ് ചെയ്യാൻ വേണ്ടി ഇരുന്നതാ. വേറെ ഒരെണ്ണം ഉണ്ട്, അതിപ്പോ സമയമില്ലാത്തത് കൊണ്ട് അത് അടുത്ത ക്ലാസ് ചെയ്യാം. Next ആരാ? Ma'am, quote. Ah. A well-known quote by Mahatma Gandhi is, "Be the change that you wish to see in the world." This quote emphasizes the importance of taking action and making a positive impact on society, starting with oneself. Thank you, ma'am. Next ആരെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. സ്റ്റോറിയോ ആക്ഷൻ സോങ്ങോ എന്തെങ്കിലും? ഇല്ല. ഓക്കെ. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിനെ കുറിച്ചായിരുന്നു അല്ലെ? എന്താണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്? എന്താണ്? 2 ക്ലാസ് ആയിട്ട് നമ്മൾ കേൾക്കുന്നതല്ലേ? എന്തായിരുന്നു കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്? എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? വൈജ്ഞാനികമായിട്ടുള്ള വികാസമാണ് അല്ലെ? ഓക്കെ. നമ്മുടെ ക്രിയേറ്റിവിറ്റി, ഓർമ്മ, ബുദ്ധി, അതുപോലെ ചിന്ത, അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചു ബ്രൂണറുടെ മൂന്ന് സ്റ്റേജസ് അല്ലെ? ബ്രൂണർ എന്ന് പറഞ്ഞത് അറിയാലോ, എഴുതിയിട്ടുണ്ടല്ലോ നമ്മള്. ഓക്കെ, ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം കേട്ടോ. ബ്രൂണർ പറഞ്ഞിരിക്കുന്ന കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ സ്റ്റേജസ് ആണ് നമ്മൾ പഠിച്ചത്. ഇനാക്റ്റീവ് ഉണ്ട്, ഐക്കോണിക് ഉണ്ട്, അതുപോലെ തന്നെ സിംബോളിക് ഉണ്ട്. ഇനാക്റ്റീവ് എന്ന് പറഞ്ഞത് എന്തായിരുന്നു? ഇനാക്റ്റീവ് സ്റ്റേജിൽ എങ്ങനെയാണ്? മോട്ടോർ ആക്റ്റീവ് റെസ്പോൺസ്. മോട്ടോർ ആക്ടിവിറ്റി ആണ്. അതുപോലെ തന്നെ അവൻ ടച്ച് ചെയ്ത് ഫൈൻഡ് ചെയ്ത് ഗ്രാസ്പ് ചെയ്തൊക്കെയാണ് ഓരോ കാര്യങ്ങളും അവൻ എൻവയോൺമെന്റിനെ അറിഞ്ഞിരുന്നത് അല്ലെ? ഇനി ഐക്കോണിക് സ്റ്റേജിൽ എങ്ങനെയായിരുന്നു? Audio visual. ഓക്കെ, ഇങ്ങനെയുള്ള ഇമേജുകൾ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു എൻവയോൺമെന്റിനെ അവൻ എന്ത് ചെയ്തിരുന്നത്, അറിഞ്ഞിരുന്നത്. ഇനി അതുപോലെ തന്നെ സിംബോളിക് സ്റ്റേജ് എങ്ങനെയായിരുന്നു? സിംബോളിക് സ്റ്റേജിൽ എന്തായിരുന്നു പ്രത്യേകത? Symbolic representation, words, symbol, language. പറയോ? ഒരാള് കേൾക്കുന്നില്ല. ആരെങ്കിലും ഒരാള്? നീതു. Symbolic representations, അതായത് വേർഡ്സ്, സിംബൽസ്, ലാംഗ്വേജ്, അങ്ങനത്തെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു സിംബോളിക് സ്റ്റേജിൽ പറഞ്ഞത് കേട്ടോ. ബ്രൂണറിന്റെ 3 സ്റ്റേജുകൾ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയണം. ഇനാക്റ്റീവ് സ്റ്റേജ്, ഐക്കോണിക് സ്റ്റേജ്, സിംബോളിക് സ്റ്റേജ്.
നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് അല്ലെ, പിയാഷെ പറഞ്ഞിരിക്കുന്ന കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിലെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് കുറച്ച് 4 സ്റ്റേജുകളാണുള്ളത്. അതിനകത്തെ 3ാമത്തെ സ്റ്റേജ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മള് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് എന്തായിരുന്നു, അതുപോലെ മേജർ സ്റ്റേജസ് ഓഫ് പിയാഷെ അല്ലെ, അത് പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നില്ല അല്ലെ? ആണോ? എത്ര വരെയാണ് നമ്മൾ എഴുതിയത്? 3rd സ്റ്റേജ് വരെയാണോ നമ്മൾ എഴുതിയത്? 3rd സ്റ്റേജ് വരെ. ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ പിയാഷെ പറയുന്നത് ഇങ്ങനെയാണ്, എന്താണ്? കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് അറൈസ് ആസ് ദ റിസൾട്ട് ഓഫ് ദ interaction between the individual and the world and passes through a serious sequential stage. അവൻ എന്താണ്? തന്റേതായിട്ടുള്ള ചുറ്റുപാടുകളിലൂടെ ഇടപഴകിയാണ് ഓരോ കാര്യങ്ങളും കോഗ്നിറ്റീവ് വികാസം ഉണ്ടാകുന്നത്. ഒരുവൻ അവന്റെ ചുറ്റുപാടുകളുമായിട്ട് ഇടപഴകുമ്പോഴാണ് അവന് വൈജ്ഞാനിക വികാസം ഉണ്ടാകുന്നത്. 4 സ്റ്റേജസ് ആണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയായിരുന്നു? സെൻസറി മോട്ടോർ സ്റ്റേജ്, അതുപോലെ രണ്ടാമത്തത് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഇനി സെൻസറി മോട്ടോർ സ്റ്റേജിൽ പറഞ്ഞത് 0 to 2 years വരെയാണ് കേട്ടോ കുട്ടികളുടെ ഏജ് എന്ന് പറഞ്ഞ പ്രായം. എന്താണ്? 0 to ജനിച്ചത് മുതൽ 2 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് സെൻസറി മോട്ടോർ സ്റ്റേജിൽ വരുന്നത്. അതിനകത്ത് പറഞ്ഞത് എന്താണ്? കുട്ടികള് ഓരോ കാര്യങ്ങളും പഠിക്കുന്നത് അല്ലെ, എന്താണ് അവരുടെ എന്താണ് ഫസ്റ്റ് 2 years ഇൻഫൻസ് മെന്റൽ ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ കോർഡിനേഷൻസ് ഈസ് ഒബ്റ്റെയിൻഡ് ത്രൂ ദ സെൻസസ്. ഓരോ എന്താണ് ഇന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന അനുഭവങ്ങളിലൂടെയാണ് രൂപപ്പെടുന്നത് അല്ലെ. അതുപോലെ തന്നെ ഒബ്ജക്റ്റ് പെർമനൻസ്. എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? തുണിയുടെ അടിയിൽ ബോൾ വെച്ച് കഴിഞ്ഞിട്ട് ആ ബോള് ഉണ്ട്, തുണിയുടെ അടിയിൽ ഉണ്ട് എന്നുള്ളൊരു എന്താണ് ഒരു കുട്ടി മനസ്സിലാക്കുന്ന ഒരു പ്രവണത കേട്ടോ. അതാണ് വസ്തുസ്ഥിരത അല്ലെങ്കിൽ ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിൽ വരുന്നത്. അതുപോലെ തന്നെ അതിൽ പറഞ്ഞിരിക്കുന്ന പ്രത്യേകതകൾ, വയസ്സിന്റെ ആ കാലഘട്ടത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു? മെന്റൽ ഇമേജസ്, സിംബോളിക് ആക്ടിവിറ്റീസ്, സിംബൽസ് അറിയാനായിട്ട് കഴിയും. അതുപോലെ തന്നെ മനസ്സിലൊരു ചിത്രം രൂപപ്പെട്ടാൽ, ഇപ്പൊ കാക്ക, അല്ലെങ്കിൽ കാക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ മനസ്സിലൊരു ചിത്രം ഉണ്ടാവും അല്ലെ, പക്ഷിയുടെ ഒരു ചിത്രം. അതിലൂടെയാണ് അവൻ ഓരോ കാര്യങ്ങളും പഠിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ സിംബൽസ് ആക്ടിവിറ്റീസ്, സിംബൽസ് ഒക്കെ അറിയാനായിട്ട് തുടങ്ങും. അതുപോലെ തന്നെ വൊക്കാബുലറി ഇൻക്രീസ് ആവും, ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഉണ്ടാകുന്നുണ്ട്. അനിമിസം എന്ന് പറഞ്ഞാല് ജീവനില്ലാത്തവയോട് ജീവനുള്ളതായിട്ട് സംസാരിക്കുന്നു. നമ്മളിപ്പോ മതിലിനോട് സംസാരിക്കാറുണ്ട്, അതുപോലെ മരത്തിനോട് സംസാരിക്കാറുണ്ട് അല്ലെ, പാവകളോടൊക്കെ സംസാരിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ജീവനില്ലാത്തവയോടൊക്കെ ജീവനുള്ളതായിട്ട് കണ്ടുകൊണ്ട് സംസാരിക്കുന്നതിനെയാണ് അനിമിസം എന്ന് പറയുന്നത്. ആ കാലഘട്ടത്തിലെ പ്രത്യേകതകൾ ഇതൊക്കെയാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് ആണ് പറയുന്നത് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ആണ് 3ാമത്തെ സ്റ്റേജ്. അതിൽ വരുന്നത് എന്താണ്? ലോജിക്കൽ തിങ്കിങ് അല്ലെ, യുക്തിപരമായിട്ട് ചിന്തിക്കാനായിട്ടുള്ള കഴിവ് ഡെവലപ്പ് ആകുന്നുണ്ട്. അതുപോലെ ഇൻജക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് റീസണിങ്, വാക്കുകളുടെ അർത്ഥം അറിഞ്ഞ് സംസാരിക്കാനായിട്ട് കഴിവുണ്ടാകുന്നുണ്ട്. അതുപോലെ കണ്ടും കേട്ടും അങ്ങനെയുള്ള കാര്യങ്ങള് എന്താണ് മനസ്സിലാക്കി പഠിക്കുന്നുണ്ട്. കണ്ടും കേട്ടും വേർഡ്സ് അതൊക്കെ മനസ്സിലാക്കിയിട്ട് അർത്ഥങ്ങളൊക്കെ അറിഞ്ഞ് അത് പഠിക്കാനായിട്ട് ശ്രമിക്കും. അതുപോലെ തന്നെ എന്താണ് ഈ കൺസർവേഷൻ ഓഫ് നമ്പേഴ്സ്, കൺസർവേഷൻ ഓഫ് വോളിയം, കൺസർവേഷൻ ഓഫ് മാസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. എന്തെങ്കിലും ഒരു വസ്തുവിന്റെ രൂപാന്തരീകരണത്തിന് വിധേയമാക്കുന്നത് അവയ്ക്ക് പഴയ അളവ് ഉണ്ടെന്നുള്ള ധാരണ. ഓക്കെ, നമ്മള് പറഞ്ഞില്ലേ ഒരു ഗ്ലാസ്സിൽ ഇത്തിരി വെള്ളം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുപ്പിയിലേക്ക് ഒഴിക്കുമ്പോ എന്താണ് അതിന്റെ എന്താണ് മാസിൽ വ്യത്യാസം വരുന്നുണ്ടോ? മാസിൽ വ്യത്യാസം വരുന്നില്ല, രൂപത്തിലാണ് വ്യത്യാസം വരുന്നത് അല്ലെ. കറക്റ്റ് അളവ് തന്നെയാണ് അതിനുണ്ടാകുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ മെഴുകുതിരി, നമ്മുടെ മെഴുകുതിരി ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മാസിന് വ്യത്യാസം വരുന്നില്ല. ഓക്കെ, അതൊക്കെ എക്സാമ്പിൾ പറഞ്ഞതായിരുന്നു. അതുപോലെ തന്നെ സീരീഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ അല്ലെ, ശ്രേണീകരണം, അതുപോലെ തന്നെ തരംതിരിക്കാനുള്ള കഴിവ്
ഉണ്ടാകുന്നുണ്ട്. അതുപോലെ റിവേഴ്സിബിലിറ്റി ഓഫ് തോട്ട്, എന്താണ് പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ ഇങ്ങനെയുള്ള കാലഘട്ടങ്ങളിലേക്ക് മുന്നിലേക്കും പിന്നിലേക്കും ചിന്തിക്കാനായിട്ടുള്ള കഴിവും ആ സമയത്ത് ഉണ്ടാകും. ഇത്രയും കാര്യങ്ങളാണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജുമായിട്ട് ബന്ധപ്പെട്ടത്. ഇനി നെക്സ്റ്റ് വരുന്നത് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. എഴുതിയെടുത്തോളൂ. ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്, നാലാമത്തെ സ്റ്റേജ് ആണ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഫസ്റ്റ് വൺ അബ്സ്ട്രാക്ട് തിങ്കിങ്. ഫസ്റ്റ് വൺ ആണ് അബ്സ്ട്രാക്ട് തിങ്കിങ്. abstract thinking. Second one, problem solving skill. Problem solving. Problem solving. മിസ്സേ ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞു, എനിക്ക് കേൾക്കണില്ലായിരുന്നു. അബ്സ്ട്രാക്ട് തിങ്കിങ് ഫസ്റ്റ് പോയിന്റ് എഴുതിയോ? അബ്സ്ട്രാക്ട് തിങ്കിങ്. രണ്ടാമത്തേത് പ്രോബ്ലം സോൾവിങ്. ഇത്ര വരെ കേട്ടോ? ഞാൻ ഇപ്പൊ കുറച്ച് സമയത്തേക്ക് എന്താ പറഞ്ഞതെന്ന് ഒന്നും കേട്ടില്ല. ഏതായിരുന്നു മാം എഴുതിപ്പിക്കണേ? ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ്. മൂന്നാമത്തെ സ്റ്റേജ് വരെ നമ്മളാണ് എഴുതിയിരിക്കുന്നതല്ലോ. മൂന്നാമത്തെ സ്റ്റേജ് വരെ അല്ലേ? ഇതൊന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തു. ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് എഴുതാനായിട്ട് കേട്ടോ. ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിന് ഹെഡിങ് കൊടുക്കാം. ഓക്കെ. ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. അതിലെ ഫസ്റ്റ് വൺ ആണ് അബ്സ്ട്രാക്ട് തിങ്കിങ്. abstract thinking. Next ആണ് problem solving. Problem solving. Problem solving. Next, morality, comma, morality. M-O-R-A-L-I-T-Y. Morality, comma, self-concept. Self-concept. ഓക്കെ. മൊറാലിറ്റി, സെൽഫ് കൺസെപ്റ്റ്. സെൽഫ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വയം ചിന്ത. അതുപോലെ മൊറാലിറ്റി എന്നൊക്കെ പറഞ്ഞാല് നമുക്ക് ഹോണസ്റ്റി പോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. നമുക്ക് പിടിച്ചു നോക്കാനോ അല്ലെങ്കിൽ തൊട്ട് നോക്കാനോ ഒന്നും പറ്റില്ല. പക്ഷെ അങ്ങനെയുള്ള കഴിവുകളും കുട്ടികൾക്ക് അതാണ് അബ്സ്ട്രാക്ട് തിങ്കിങ്ങിൽ പറയുന്നത്. അതുപോലെ ഓരോ കാര്യങ്ങള് പ്രോബ്ലം സോൾവിംഗ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാനായിട്ടുള്ള കഴിവും കുട്ടികൾക്ക് ഈ സ്റ്റേജിൽ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ സ്വയമായിട്ട് ചിന്തിക്കാനുള്ള കഴിവ് ഡെവലപ്പ് ആകുന്നുണ്ട്. അങ്ങനെ പല ആംഗിളിലൂടെയും പ്രശ്നങ്ങളെ നോക്കിക്കണ്ട് കഴിയുന്ന അല്ലെങ്കിൽ നോക്കിക്കണ്ടുകൊണ്ട് ഒരു ഡിസിഷൻ ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ് ഇത് ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് ആയിട്ട് വരുന്നത്. മൂന്ന് കാര്യങ്ങളാണ് അപ്പൊ ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിൽ പറഞ്ഞത്. അബ്സ്ട്രാക്ട് തിങ്കിങ്, പ്രോബ്ലം സോൾവിങ്, മൊറാലിറ്റി, സെൽഫ് കൺസെപ്റ്റ്. അങ്ങനെയുള്ള പല ആംഗിളിലൂടെയുള്ള പ്രശ്നങ്ങളെ നോക്കിക്കാണാൻ കഴിയുന്ന കാലഘട്ടം. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പിയാഷയുടെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് സ്റ്റേജസ് ആയിട്ട് പറഞ്ഞത് കേട്ടോ. ഫസ്റ്റ് വൺ പറഞ്ഞത് സെൻസറി മോട്ടോർ സ്റ്റേജ്. സെക്കൻഡ് വൺ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്.
തേർഡ് വൺ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, ലാസ്റ്റ് വൺ ആണ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഇത്രയും പോയിന്റ്സ് എഴുതിയോ? ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിന്റെ ആ പ്രായം എന്ന് പറയോ കുട്ടികളുടെ? പ്രായം ഞാൻ എഴുതിയിട്ടില്ല, മിസ് നോക്കിയിട്ട് പറയാം കേട്ടോ. ഇവിടെ കൊടുത്തിട്ടില്ല, പറയാം, നോക്കിയിട്ട് പറയാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ പിയാഷയുടെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് തിയറിയുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേജിൽ വരുന്നത്. ഇനി അതിനകത്ത് മൂന്നാമത്തെ സ്റ്റേജ് ആണ് നമുക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ പഠിക്കാനായിട്ട് ഉള്ളത്. അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. മൂന്നാമത്തെ സ്റ്റേജിനെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകും. സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. Intellectual development. During later childhood, children enter into Piaget concrete operational stage of creative development. നമുക്കറിയാം പിയാഷയുടെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് തിയറിയിലെ മൂന്നാമത്തെ സ്റ്റേജ് ആയിട്ടുള്ള കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. They begin to think logically but are unable to think in abstract terms. എന്താണ് അവർക്ക് ലോജിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോജിക്കൽ തിങ്കിങ് യുക്തിപരമായിട്ട് ചിന്തിക്കാനുള്ള കഴിവല്ലേ? ഓക്കെ, അറിയാത്തവര് നോട്ട് ചെയ്ത് വെക്കാം. യുക്തിപരമായിട്ട് ചിന്തിക്കാനായിട്ടുള്ള കഴിവ്. They begin to think logically but are unable to think in abstract terms. അവര് യുക്തിപരമായിട്ട് ചിന്തിക്കാനായിട്ട് തുടങ്ങുന്നു. അതുപോലെ തന്നെ എന്താണ് അമൂർത്തമായ രീതിയിൽ ചിന്തിക്കാനായിട്ട് കഴിയുന്നില്ല. അബ്സ്ട്രാക്ട് തിങ്കിങ് അല്ലെ? അബ്സ്ട്രാക്ട് അല്ലെങ്കിൽ ഹോണസ്റ്റി എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? അബ്സ്ട്രാക്ട് ടേംസിന് എക്സാമ്പിൾ ആണ് അല്ലെ? ഹോണസ്റ്റി, സത്യസന്ധത അല്ലെ? എന്താണ്? നമുക്ക് തൊട്ട് നോക്കാനോ പിടിച്ചു നോക്കാനോ പറ്റില്ല. അങ്ങനെയുള്ള കഴിവ് കുട്ടികൾക്ക് ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. യുക്തിപരമായിട്ട് ചിന്തിക്കാനായിട്ടുള്ള കഴിവുണ്ട്. ബട്ട് എന്താണ്? ആർ അൺഎബിൾ ടു തിങ്ക് ഇൻ അബ്സ്ട്രാക്ട് ടേംസ്. ഹോണസ്റ്റി അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള അതൊക്കെയാണ് അബ്സ്ട്രാക്ട് ടേംസിൽ വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് അവർക്ക് ചിന്തിക്കാനായിട്ടുള്ള കഴിവ് ഡെവലപ്പ് ആകുന്നില്ല. Children develop powers of observation, attention, reasoning and abstract thinking. ഇനി എന്താ പറയുന്നത്? കുട്ടികളില് നിരീക്ഷണം അല്ലെ? ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാല് നിരീക്ഷണം. അതുപോലെ അറ്റൻഷൻ, എന്താണ്? അറ്റൻഷൻ എന്ന് പറഞ്ഞാല് ശ്രദ്ധ. ഇനി എന്താണ്? റീസണിങ് അല്ലെ? നമ്മള് ഓരോ കാര്യങ്ങളും എന്താണ്, ഇങ്ങനെ എന്താണെന്നൊക്കെയുള്ളത് റീസണിങ് അവർ ചോദിക്കാറുണ്ട് അല്ലെ? അതെന്താ അങ്ങനെ, എന്താ ഇങ്ങനെ ചോദിക്കാറുണ്ട് നമ്മളോട്. ഓക്കെ, അപ്പൊ എന്താണ്? യുക്തിപരമായിട്ട് ചിന്തിക്കാനായിട്ട്. അതുപോലെ തന്നെ അബ്സ്ട്രാക്ട് തിങ്കിങ് അല്ലെ? അമൂർത്തമായിട്ടുള്ള ചിന്ത എന്നിവയുടെ കഴിവുകൾ വികസിച്ചു കൊണ്ടിരിക്കും. ഓക്കെ, മനസ്സിലായോ? എന്താണ്? ഒബ്സർവ് ചെയ്യാനായിട്ട്, നിരീക്ഷിക്കാനായിട്ടും അതുപോലെ പല ശ്രദ്ധകള് പല ഭാഗത്തോട്ടും അല്ലെങ്കിൽ പലതിനെ കുറിച്ചും ശ്രദ്ധ വരാനായിട്ട്, അതുപോലെ റീസൺ ചെയ്യാനായിട്ട് അബ്സ്ട്രാക്ട് തിങ്കിങ് ഒക്കെ ഡെവലപ്പ് ആയിട്ട് വരുന്നുണ്ട്. They can focus on more than one aspect of the situation and can universally experience what happens around them. ഇനി എന്താണ്? ഒരു സാഹചര്യത്തിന്റെ ഒന്നിലധികം വശങ്ങളില് ശ്രദ്ധ കേന്ദ്രീകരിക്കാനും, ഒരു സാഹചര്യത്തിന്റെ ഒന്നിലധികം വശങ്ങളില് ശ്രദ്ധ കേന്ദ്രീകരിക്കാനും അവർക്ക് ചുറ്റും എന്താണ് സംഭവിക്കുന്നതെന്ന് സാർവത്രികമായിട്ട് അനുഭവിക്കാനുള്ള കഴിവ് അവരിൽ ഡെവലപ്പായി വരുന്നു. ഓക്കെ, ഒരു സാഹചര്യത്തിന്റെ ഒന്നിലധികം വശങ്ങളില് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും അവർക്ക് ചുറ്റും എന്താണ് സംഭവിക്കുന്നത് അതെന്താണെന്നുള്ളത് സാർവത്രികമായിട്ട് അനുഭവിക്കാൻ അവർക്ക് എന്തുണ്ടാവും കഴിയുന്നുണ്ട്. മിസ് ഞാൻ ലെഫ്റ്റ് അടിക്കുന്നത് മോളെ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിനെ. മോക്ക് സുഗുല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വിളിച്ചു. ഞാനപ്പോ സ്കൂളിലേക്ക് ഇപ്പം പോകുന്നു.
ഛർദിക്കുന്നുണ്ട് എന്നാ പറഞ്ഞത്. അപ്പൊ വെള്ളം കുടിച്ചാലും എല്ലാം ഛർദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഓഫീസിൽ കിടത്തിയിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പൊ ക്ലാസ് ടീച്ചറെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ. നോട്ട് എന്തെങ്കിലും എഴുതിയെടുക്കാം. ഓക്കെ മാഡം. ഇനി നോക്കാം എന്താണ് the major development changes of cognitive ability during this period. ഈ സ്റ്റേജില് എന്തൊക്കെ ചേഞ്ചസ് ആണ് കുട്ടികളിൽ വരുന്നത് നോക്കിക്കോളൂ. 5 പോയിന്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? ഡ്യൂറിങ് ദ ബേസിക് സ്കൂൾ പീരീഡ് the child's ability to consume information and accumulate idea increases and his memory becomes more efficient. എന്താണ്? ബേസിക് സ്കൂൾ പീരീഡില് കുട്ടിയുടെ വിവരങ്ങള് ആഗിരണം ചെയ്യാനായിട്ട്, കുട്ടിയുടെ വിവരങ്ങൾ ആഗിരണം ചെയ്യാനും അതുപോലെ തന്നെ ആശയങ്ങള് ശേഖരിക്കാൻ, കൺസ്യൂം എന്ന് പറഞ്ഞാല് ആഗിരണം ചെയ്യാം കേട്ടോ, ആഗിരണം ചെയ്യാനും അതുപോലെ തന്നെ ഐഡിയാസ്, പുതിയ ആശയങ്ങള് ശേഖരിക്കാനും ഉള്ള കഴിവ് വർദ്ധിക്കുകയും അവന്റെ ഓർമ്മശക്തി, മെമ്മറി പവർ എന്ത് ചെയ്യുന്നുണ്ട്? കൂടുതൽ കാര്യക്ഷമമാകുകയും ചെയ്യുന്നുണ്ട്. അതാണ് ഫസ്റ്റ് പോയിന്റ്. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റില്, നമ്മുടെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് തിയറിയില് ഈ മൂന്നാമത്തെ സ്റ്റേജ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. അതിനകത്ത് ആ ടൈം ആകുമ്പോ അല്ലെങ്കിൽ ആ സ്റ്റേജസ് ആകുമ്പോ കുട്ടികളില് എന്തൊക്കെ ചേഞ്ചസ് ആണ് ഉണ്ടാകുന്നത് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേജ്, ഫസ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്? ഡ്യൂറിങ് ദ ബേസിക് സ്കൂൾ പീരീഡ് the child's ability to consume information and accumulate ideas increases and his memory becomes more efficient. Basic school period ല് കുട്ടിയുടെ വിവരങ്ങള്, അവർക്ക് എന്താണ്, ആ കുട്ടി അവന് ഇത് ചെയ്യുന്നുണ്ട്, അവന്റെ വിവരങ്ങള് ആഗിരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ പല ആശയങ്ങള് ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടുമുള്ള കഴിവ് വർദ്ധിക്കുകയും അതുപോലെ തന്നെ അവന്റെ ഓർമ്മശക്തി, മെമ്മറി പവർ എഫിഷ്യന്റ് ആക്കുകയും ചെയ്യുന്നുണ്ട് അല്ലെ. മെമ്മറി പവർ കൂടുതൽ കാര്യക്ഷമമാകാനും സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഈ സ്റ്റേജില് മെമ്മറി പവർ കൂടും, അതുപോലെ തന്നെ എന്താണ്, പല ഇൻഫർമേഷൻസ് കൺസ്യൂം ചെയ്യാനായിട്ട് ഉള്ള കഴിവ് കുട്ടിയില് ഉണ്ടാകുന്നുണ്ട്. സെക്കൻഡ് പോയിന്റ് നോക്കിയേ, capacity to generalize as well as ability to more thinking increases. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ലോജിക്കൽ തിങ്കിങ് ഇൻക്രീസ് ആവുന്നുണ്ട് അല്ലെ. യുക്തിപരമായിട്ട് ചിന്തിക്കാനായിട്ടുള്ള കഴിവിനൊപ്പം എന്ത് കൂടി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്? എല്ലാ കാര്യങ്ങളും ജനറലൈസ് ചെയ്യാനായിട്ടല്ലേ, സാമാന്യവൽക്കരിക്കാനായിട്ടുള്ള കഴിവും കുട്ടിയില് വർദ്ധിക്കുന്നുണ്ട്. ഓക്കെ, ലോജിക്കൽ തിങ്കിങ് ഉണ്ടാകുന്നുണ്ട്, അതോടൊപ്പം തന്നെ എന്താണ്, എല്ലാ കാര്യങ്ങളും ജനറലൈസ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റിയും കുട്ടിയില് വർദ്ധിക്കുന്നുണ്ട്. ഇനി എന്താ തേർഡ് പോയിന്റ് എന്താണ്? ദ ചൈൽഡ് becomes more efficient in selecting, developing and applying cognitive operations in relation to material objects. എന്താണ് മൂന്നാമത്തെ പോയിന്റ്? എന്താണ് പറഞ്ഞത്? മെറ്റീരിയൽ ഒബ്ജക്ട്സുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എന്താണ്, ഭൗതിക വസ്തുക്കൾ അല്ലെ. എന്ന് പറഞ്ഞാല് ഭൗതിക വസ്തുക്കളുമായിട്ട് ബന്ധപ്പെട്ട് കോഗ്നിറ്റീവ് ആക്ടിവിറ്റി അല്ലെങ്കിൽ വൈജ്ഞാനിക പ്രവർത്തനങ്ങള് തിരഞ്ഞെടുക്കുന്നതിനും സെലക്ട് ചെയ്യുന്നതിനും അത് ഡെവലപ്പ് ചെയ്യുന്നതിനും പ്രയോഗിക്കുന്നതിനും അപ്ലൈ ചെയ്യുന്നതിനും കൂടുതൽ കാര്യക്ഷമനാകുന്നു. മനസ്സിലായോ? ഓരോ കാര്യങ്ങളും അല്ലെ, മെറ്റീരിയൽ ഒബ്ജക്റ്റിനെ ബന്ധപ്പെട്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഭൗതിക വസ്തുക്കളുമായിട്ട് ബന്ധപ്പെട്ട് വൈജ്ഞാനിക പ്രവർത്തനങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനും വികസിപ്പിക്കുന്നതിനും പ്രയോഗിക്കുന്നതിനുള്ള കഴിവ് കുട്ടിയില് കൂടുതൽ കാര്യക്ഷമമാകുന്നുണ്ട്. Fourth one, at this age, the child tends to like
a world of make believe of which he himself is the creator. എന്താ പറയുന്നത്? ഈ പ്രായത്തില് കുട്ടി താൻ തന്നെ സൃഷ്ടാവായ ഒരു വ്യാജ വിശ്വാസ ലോകത്താണ് ജീവിക്കുന്നത്. ഞാൻ തന്നെയാണ് ക്രിയേറ്റർ. ടഫായി തോന്നുന്നുണ്ട് അല്ലെ? കുറച്ച് ബുദ്ധിമുട്ടാണ്. മാം മലയാളം പറയുന്ന പോലും മനസ്സിലാവുന്നില്ല. അതിന്റെ മീനിങ് തരുന്നത് പോലും കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ബുദ്ധിമുട്ടുണ്ട് നമുക്ക് പഠിക്കാനായിട്ട്. തിയറി ആണല്ലോ, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ എന്താണ് പറയുന്നത്? കുട്ടി ഈ പ്രായത്തിൽ എന്താണ് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അവൻ തന്നെയാണ് ക്രിയേറ്റർ എന്ന് പറയുന്ന ഒരു ലോകത്താണ് അവൻ ജീവിക്കുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ചിൽഡ്രൻ ബിക്കം ഇൻക്രീസിംഗ്ലി കൺസേൺഡ് വിത്ത് ദ കോസ് ആൻഡ് ഇഫക്റ്റ് ദ റിലേഷൻഷിപ്പ് ഇൻ ഫിസിക്കൽ ആൻഡ് നാച്ചുറൽ ഫിനോമിന ഇൻ ദ എൻവയോൺമെന്റ്. അതുപോലെ തന്നെ പരിസ്ഥിതിയിലെ ഭൗതികവും അതുപോലെ തന്നെ പ്രകൃതിദത്തവുമായ പ്രതിഭാസങ്ങളിലെ കാരണഫല ബന്ധത്തെ കുറിച്ച് കുട്ടി കൂടുതൽ ശ്രദ്ധാലുക്കളാകുന്നുണ്ട്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് മേജർ ഡെവലപ്മെന്റ് സ്റ്റേജസിൽ വരുന്നത്. ഒന്നുകൂടിയും പറയാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാല് during the basic school period, the child's ability to consume information and accumulate ideas increases and his memory become more efficient. എന്താണ് ബേസിക് സ്കൂൾ പീരീഡില് കുട്ടി വിവരങ്ങൾ ശേഖരിക്കാനായിട്ട് പല കാര്യങ്ങളുടെയും വിവരങ്ങൾ ആഗിരണം ചെയ്യാനും, കൺസ്യൂം എന്ന് പറഞ്ഞാൽ ആഗിരണം ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ അത് എന്താണ് ആശയങ്ങള് ശേഖരിക്കുന്നതിനുമുള്ള കഴിവ് കുട്ടിയിൽ വർദ്ധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവന്റെ മെമ്മറി പവർ, ഓർമ്മശക്തി കൂടുതൽ എഫിഷ്യന്റ്, കാര്യക്ഷമമാവുകയും ചെയ്യുന്നു. ഇനി എന്താണ്? ഹിസ് കപ്പാസിറ്റി ടു ജനറലൈസ് ആസ് വെൽ ആസ് എബിലിറ്റി ഫോർ ലോജിക്കൽ തിങ്കിങ് ഇൻക്രീസസ്. യുക്തിപരമായിട്ട് ചിന്തിക്കാനായിട്ടുള്ള കഴിവ് അവരില് വളർന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ജനറലൈസ് ചെയ്യാനായിട്ട്, അതുപോലെ കാണാനായിട്ടുള്ള കഴിവും, അതുപോലെ തന്നെ അതിനുള്ള കപ്പാസിറ്റി വർദ്ധിക്കുന്നു. ഇനി എന്താണ്? The child become more efficient in selecting, developing and applying cognitive operations in the relation to material objects. ഓരോ ഭൗതിക വസ്തുക്കളുമായി ബന്ധപ്പെട്ട് കോഗ്നിറ്റീവ് ആക്ടിവിറ്റീസ് തെരഞ്ഞെടുക്കുന്നതിനും അതുപോലെ അതെന്താണ് വികസിപ്പിക്കുന്നതിനും പ്രയോഗിക്കുന്നതിലും അവൻ കൂടുതൽ കാര്യക്ഷമനാകുന്നു. At this age, the child tend to live in a world of make-believe of which himself is creator. അവൻ തന്നെയാണ് ക്രിയേറ്റർ എന്ന രീതിയിലാണ് അവൻ ആ ലോകത്ത് ജീവിക്കുന്നത്. ഓക്കെ, പ്രായത്തില് കുട്ടി താൻ തന്നെയാണ് സൃഷ്ടാവ് എന്നുള്ള ആ ലോകത്താണ് ജീവിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ്? Children become increasingly concerned with the cause and effect, a relationship in the physical and natural phenomena in the environment. പരിസ്ഥിതിയിലെ ഭൗതികവും ഫിസിക്കലും അതുപോലെ തന്നെ നാച്ചുറൽ അല്ലെ പ്രകൃതിദത്തവുമായിട്ടുള്ള പ്രതിഭാസങ്ങൾ, ഫിനോമിന എന്ന് പറഞ്ഞാൽ പ്രതിഭാസങ്ങളുടെ കാരണഫലങ്ങളായ ബന്ധത്തെ കുറിച്ച് കുട്ടി കൂടുതൽ ശ്രദ്ധാലുക്കളാകുന്നു. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് അവന്റെ ചേഞ്ചസ് ആയിട്ട് വരുന്നത് കേട്ടോ. ഈ സ്റ്റേജിലുള്ള മേജർ ഡെവലപ്മെന്റ് ചേഞ്ചസ് ആയിട്ട് വരുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി ഇത്രയും പോയിന്റ്സ്.
ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കിക്കോളൂ കേട്ടോ. This is a natural Ma'am. tendency. Excuse me. മാം ഒന്നുമില്ല. ആ സാൻഡ് പേപ്പറിന്റെ ഒരു ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നു മാം. ആ സാൻഡ് പേപ്പർ എവിടെ ചോദിച്ചാലും ഗ്ലിറ്റ് പേപ്പറാ കാണിച്ചു തരുന്നത്. സാൻഡ് പേപ്പർ എന്നാണോ എന്റെ നെയിം എന്താണെന്ന് അറിയാനാ. ഇന്ന് ക്ലാസ്സിൽ കയറാൻ പറ്റില്ലായിരുന്നു. മോന്റെ ഫസ്റ്റ് ഡേ ആയിരുന്നു. പുറത്ത് വന്നപ്പോ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ചോദിച്ചതാ. അശ്വതി മാം. അശ്വതി മാം. നെയിം കൺഫ്യൂഷൻ. ആ സാൻഡ് പേപ്പർ ആണ് മോസ്റ്റ്ലി എല്ലാവരും ഗ്ലിറ്റ് പേപ്പറാ കാണിച്ചു തരുന്നത് ഷോപ്പിലൊക്കെ. സാൻഡ് പേപ്പർ കിട്ടുന്ന സ്ഥലം ഹാർഡ്വെയർ കടയാണ് കേട്ടോ. നമ്മുടെ ഈ പെയിന്റിന്റെയും അങ്ങനെയുള്ള കടയില്ലേ, അവിടെ പോയിട്ടുണ്ട് പല ഗ്രേഡിലുള്ള സാൻഡ് പേപ്പർ നമുക്ക് കിട്ടും. ഒരു പേപ്പറിന് 15 രൂപ ആയിരിക്കും. അത് വെച്ച് നോക്കി വാങ്ങിച്ചാൽ മതി. അവിടെ കുറെ ഗ്രേഡ് ഉണ്ട്. ഗ്രേഡ് കുറഞ്ഞത് വാങ്ങിച്ചു. ഒരു കളറേ ഉള്ളൂ. ബ്ലാക്ക് കളർ ആയിരിക്കും മോസ്റ്റ്ലി അവൈലബിൾ. പിന്നെ ബ്രൗൺ ഉണ്ട്. ബ്ലാക്ക് ആണ് നല്ലത്. താങ്ക് യു മാം. Okay, നമുക്ക് ആ പാരഗ്രാഫ് നോക്കാം കേട്ടോ. There is a natural tendency in every child to become independent. ആ ടൈമില് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജില് അവിടെ ആ ചിൽഡ്രൻസിന്റെ നാച്ചുറൽ ആയിട്ടുള്ള അല്ലെ ഒരു എന്താണ് പറയാ, അവരുടെ ഒരു നാച്ചുറൽ ടെൻഡൻസി, ഒരു സ്വാഭാവിക പ്രവണത എന്ന് പറയുന്നില്ല നമുക്ക്. എന്തായിരിക്കും? ഇൻഡിപെൻഡന്റ് ആവുക, എല്ലാ കാര്യങ്ങളും ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയുള്ള ഒരു ടെൻഡൻസിയാണ് അവർക്ക് ഉണ്ടാകുന്നത്. ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ടെൻഡൻസിയാണ് ആ കുഞ്ഞുങ്ങൾക്ക് ആ ഏജിൽ അല്ലെങ്കിൽ ആ ഇയേഴ്സിൽ ലഭിക്കുന്നത്, ആ സ്റ്റേജിൽ ലഭിക്കുന്നത്. The child wants to explore the moment and gain control over his or her muscles and develop better coordination. ഇനി അവരെന്താണ് ആ സ്റ്റേജിൽ എന്താണ് കുറെ കാര്യങ്ങൾ അല്ലെ, മൂവ്മെന്റ്സുകള്, അതുപോലെ തന്നെ അവർക്ക് കുറെ മസിൽസ് കോർഡിനേഷൻ, മസിൽസ് ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത്, നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും കൈകളും കാലുകളും ഏകോപിപ്പിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ടും അതിലൊരു കോർഡിനേഷനിലൂടെ പ്രവർത്തിക്കാനായിട്ട് കുഞ്ഞുങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. If opportunities are not given to them for such analysis, they are not likely to become self-confident and are likely to lag behind
in developing motor skills. ഇനി നമ്മൾ ഇങ്ങനെയുള്ള എന്താണ് നമ്മൾ പറഞ്ഞു നല്ല രീതിയിൽ കോർഡിനേഷൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഡെവലപ്പ് ആവാനായിട്ട് സഹായിക്കുന്നുണ്ട് ഈ സ്റ്റേജിൽ. അതുപോലെ തന്നെ ഇവർക്കുള്ള മോട്ടോർ സ്കിൽസ് വർദ്ധിപ്പിക്കാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്താണ് ഓരോ കാര്യങ്ങളും വർദ്ധിക്കില്ല, അല്ലെങ്കിൽ അവര് അങ്ങനെയുള്ള അവസരങ്ങൾ ആ കുട്ടികൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അവരുടെ മസിൽസ് ആയാലും അതുപോലെയുള്ള സ്കില്ലുകളായാലും അവർക്ക് ഡെവലപ്പ് ആവാനായിട്ട് സഹായിക്കുന്നു അല്ലെ. അതുപോലെ തന്നെ സെൽഫ് കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺഫിഡൻസ് എന്താ മീനിങ്? ആത്മവിശ്വാസം. ആത്മവിശ്വാസം ഉണ്ടാകില്ല ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട്. ചിലപ്പോൾ എന്താണ് ആരെങ്കിലും സപ്പോർട്ട് വേണ്ടി വരും, അല്ലെങ്കിൽ തന്നെ കാര്യങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കാതെ വരും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഓരോ കാര്യങ്ങളും സെൽഫായിട്ട് കോൺഫിഡൻസോട് കൂടിയിട്ട് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് കൊടുക്കണം? അവർക്ക് എന്താ കൊടുക്കേണ്ടത്? അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് ഓരോ കുട്ടികൾക്കും നമുക്ക് കൊടുക്കണം. ഓക്കെ, children generally start speaking words like ba, ha, ma around 6 months, and gradually the vocabulary increases. 6 months, 6 മാസമൊക്കെ ആവുമ്പോൾ അത് എന്ത് പറഞ്ഞു തുടങ്ങും? എന്താ പറയാ? ആ ബാ മാ എന്നൊക്കെ പറഞ്ഞു തുടങ്ങും അല്ലെ. പിന്നെ അങ്ങോട്ട് എന്തായിരിക്കും? ഓരോ കാര്യങ്ങളും പറയുന്നത് വർദ്ധിച്ചു വരും അല്ലെ. കൂട്ടി ചേർത്ത് ഓരോ അക്ഷരങ്ങൾ കൂട്ടി ചേർത്ത് അവര് പറഞ്ഞു കൊടുക്കും. ആദ്യം പാ മാ എന്നൊക്കെ ആയിരിക്കും പറയുന്നത്. പിന്നീട് അത് വർദ്ധിച്ച് ഡെവലപ്പ് ആവാനായിട്ട് കുട്ടികളുടെ സംസാരം ഡെവലപ്പ് ആവാനായിട്ട് തുടങ്ങുന്നുണ്ട്. Speaking to them and encouraging them to talk a stage is very important for their language development. അവരോട് സംസാരിക്കുന്നതും അതുപോലെ തന്നെ വേദിയിൽ ഇങ്ങനെ സംസാരിക്കാൻ എന്താണ് അവരെ പ്രോത്സാഹിപ്പിക്കുന്നതൊക്കെ എന്താണ് അവരുടെ ഈ ഭാഷയൊക്കെ ഡെവലപ്പ് ആവാനായിട്ട് സഹായിക്കുന്നു അല്ലെ. ഓരോ കാര്യങ്ങളിലും നമ്മൾ സംസാരിച്ചു കൊടുക്കുക അവർക്ക്. ചില കുട്ടികൾ ഉണ്ടാവും സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളവര് ഇല്ലേ. അപ്പൊ അവരോട് സംസാരിക്കാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ എന്താണ് അത് അവരുടെ ആ സംസാരം ഡെവലപ്പ് ആവോ? ഇല്ല. ഓരോ കാര്യങ്ങളും നമ്മൾ ചിലപ്പോ പറയുമ്പോ കുട്ടികൾ പറഞ്ഞു തുടങ്ങും, നമ്മളോട് ഇങ്ങനെ പറഞ്ഞു തുടങ്ങും അല്ലെ. അവരുടെ എന്താണ് ലാംഗ്വേജ് ഡെവലപ്പ് ആവാനായിട്ടും ഓരോ കാര്യങ്ങളും അവർ പഠിക്കാനായിട്ടും നമ്മളോടും ഓരോ അക്ഷരങ്ങൾ വെച്ച് കുട്ടി പറയാനായിട്ടും അങ്ങനെയാണ് അവരുടെ ലാംഗ്വേജിൽ ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത്. അറിയാത്ത കുട്ടികളോടാണെങ്കിൽ എന്താണ് നമ്മൾ മിണ്ടാതിരിക്കാൻ പാടില്ല. ഓരോ കാര്യങ്ങളും അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് അവസരങ്ങൾ കൊടുത്തുകൊണ്ട് അവരെ സംസാരിപ്പിക്കുക, ഓരോ കാര്യങ്ങളും അവരെ ഡെവലപ്പ് ആക്കി എടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. Early stimulations helps them to practice mastering the language. നമ്മൾ എപ്പോഴും ചെയ്യണം? അവർ ഉത്തേജിപ്പിച്ചുകൊണ്ടിരിക്കണം. ഭാഷയിലൊക്കെ പ്രാവീണ്യം നേടാൻ വേണ്ടിയിട്ട് അവർക്ക് എന്ത് ചെയ്തു കൊടുക്കണം? അവരെ എപ്പോഴും നമുക്ക് പ്രാക്ടീസ് ചെയ്ത് കൊടുക്കാം. പ്രാക്ടീസ് ചെയ്യിച്ച് അവരെ ഉത്തേജിപ്പിച്ചുകൊണ്ടേയിരിക്കണം. There are many children who do not get the right kinds of environment during childhood. ഇനി എന്താണ് കുട്ടിക്കാലത്തൊക്കെ ശരിയായിട്ടുള്ള ഇങ്ങനെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റികൾ ലഭിക്കാത്ത കുട്ടികൾ ഉണ്ടാവും അല്ലെ. എങ്ങനെയായിരിക്കാം? അങ്ങനെ റീസൺസ് ഒക്കെ എന്തായിരിക്കാം? ചിലപ്പോ എന്താണ് there is no one to boost them and അവരെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ആളില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫെസിലിറ്റീസ് അവർക്ക് ലഭിക്കാത്തത് കൊണ്ടോ സൗകര്യങ്ങളൊക്കെ ഇല്ലാത്തത് കൊണ്ടാവാം. Even if they have all potential, the environmental condition prevailing at home tend to control their growth and development. അതുപോലെ തന്നെ അവർക്ക് എല്ലാ സാധ്യതകളും ചിലവർക്ക് എന്താണ് സാധ്യതകൾ ഉണ്ടായിരിക്കും. വീട്ടില് ചിലപ്പോ പല പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതുപോലെ തന്നെ അവരുടെ വളർച്ചയ്ക്ക് അല്ലെ അത് നല്ല രീതിയിൽ വികസിക്കുന്നതിന് വേണ്ടിയിട്ട് പല ഓപ്പർച്യൂണിറ്റീസും അവർക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് വീടുകളിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവാം. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് ജനറൽ ആയിട്ട് പറയുന്ന കാര്യങ്ങളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ക്ലിയർ ആണോ? നെക്സ്റ്റ് എന്താണ്? ഏരിയാസ് ഓഫ് മെന്റൽ ഡെവലപ്മെന്റ്. ഒന്ന് വായിച്ചു നോക്കി, നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും ഏതൊക്കെയാണ് ഏരിയാസ്. ഫോളോയിങ് ആർ ദ ഇമ്പോർട്ടന്റ് ഏരിയാസ് ഓഫ് മെന്റൽ ഡെവലപ്മെന്റ്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ.
ഓരോരുത്തരെ കൊണ്ട് പറയിപ്പിക്കാം. പഠിച്ചു കഴിഞ്ഞാല് കമന്റ് ഇടാട്ടോ. ഇല്ലേ പോയിന്റ്സ് എളുപ്പല്ലേ? ഏതൊക്കെയാണെന്ന് പറഞ്ഞേ, ആര് പറയും? ഞാൻ പറയാം. അതൊക്കെ പറഞ്ഞോ. കൺസെപ്ഷൻ, ഫോർമേഷൻ, ആശയപരമായ രൂപീകരണം, പിന്നെ ഡെവലപ്മെന്റ് ഓഫ് പ്രോബ്ലം സോൾവിങ് സ്കിൽ, പ്രോബ്ലം സോൾവിങ് സ്കില്ലിന്റെ വളർച്ച, ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള. ഡെവലപ്മെന്റ് ഓഫ് സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ, സെൻസേഷന്റെ വളർച്ചയും പെർസെപ്ഷന്റെ മീനിങ് അറിയില്ല. ജ്ഞാനം അല്ലെങ്കിൽ അവബോധം പറയാം. ഓക്കെ. അടുത്ത ഡെവലപ്മെന്റ് ഓഫ് മെമ്മറി, ഓർമ്മശക്തിയുടെ ഡെവലപ്മെന്റ്. പിന്നെ ഡെവലപ്മെന്റ് ഓഫ് തിങ്കിങ് ആൻഡ് റീസണിങ്, തിങ്ക് ചെയ്യാനും അതിന്റെ കാര്യം കണ്ടുപിടിക്കാനുള്ള ആ ഒരു കഴിവിന്റെ വളർച്ച. പിന്നെ ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷൻ, ഇമാജിൻ ചെയ്യാനുള്ള, ഭാവനകൾ വളരാനുള്ള ഒരു കഴിവ്. പിന്നെ ലാംഗ്വേജ് ഡെവലപ്മെന്റ്, നമ്മുടെ ലാംഗ്വേജിന്റെ ഒരു വികാസം, ഭാഷയുടെ. ഭാഷ. വേറെ ആർക്ക് പറയാം? നന്നായിട്ട് പറഞ്ഞിരിക്കുക. നെക്സ്റ്റ് ആരെങ്കിലും ഒരാള്? ആരുമില്ല? ആരെങ്കിലും ഒരാളും കൂടി പറഞ്ഞേ. മാം പറയാം. കൺസെപ്ഷൻ ഫോർമേഷൻ ഫസ്റ്റ് പോയിന്റ് ആണ്. അത് ഓരോ കോൺസെപ്റ്റുകളുടെ ഫോർമേറ്റ് ചെയ്യുക, അതാണ്. പിന്നെ രണ്ടാമത്തെ ഡെവലപ്മെന്റ് ഓഫ് പ്രോബ്ലം സോൾവിങ് സ്കില്ല്, എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാനുള്ള സ്കിൽസ് കുട്ടികളുടെ സ്കൂളിൽ തൊട്ടേ കാണാറുണ്ട്. പിന്നെ ഡെവലപ്മെന്റ് ഓഫ് സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ, എന്തെങ്കിലും സാധനങ്ങളെ ടച്ച് ചെയ്തൊക്കെ നോക്കി ഫീൽ ചെയ്യാനുള്ള ഒരു കഴിവാണ് അതിൽ പറയുന്നത്. പിന്നെ ഡെവലപ്മെന്റ് ഓഫ് മെമ്മറി, ഓർമ്മശക്തിയുടെ വളർച്ച, ആ ഒരു സ്റ്റേജിലായിരിക്കും കൂടുതൽ മെമ്മറി പവറുകളൊക്കെ ഉണ്ടാകുന്നത്. പിന്നെ ഡെവലപ്മെന്റ് ഓഫ് തിങ്കിങ് ആൻഡ് റീസണിങ്, കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, അത് എന്തുകൊണ്ടാണ് അങ്ങനെ നടന്നത് എന്നുള്ളതിൻ്റെ റീസൺസ് കണ്ടെത്താനും അവർ ആ പ്രായത്തിൽ പഠിക്കും. പിന്നെ ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷൻ, നല്ലപോലെ ഭാവന വളർത്തുക, അതായത് തിങ്ക് ചെയ്തെടുക്കുക, ഇത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങൾ ചിന്തിച്ചെടുക്കും. പിന്നെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആണ്, അത് ലാസ്റ്റുള്ള സ്റ്റേജാണ് കുട്ടികളുടെ ഭാഷാ വികാസം. അതാണ് മാം. ഓക്കെ, നന്നായിട്ട് പറഞ്ഞു അല്ലെ രണ്ടുപേരും. ഓക്കെ, ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ. ഏരിയാസ് ഓഫ് മെന്റൽ ഡെവലപ്മെന്റ് ആണ്. ഏതൊക്കെ ഏരിയാസ് നോക്കിയേ? കൺസെപ്ഷൻ ഓഫ് ഫോർമേഷൻ, അവർ പറഞ്ഞതുപോലെ എന്താണ് ആശയം, അല്ലെ? ഓരോ കൺസെപ്റ്റിനെ കുറിച്ചിട്ട് നമ്മൾ രൂപീകരിക്കാനായിട്ടുള്ള കഴിവുണ്ടാവും. അതുപോലെ തന്നെ ഡെവലപ്മെന്റ് ഓഫ് പ്രോബ്ലം സോൾവിങ്, ഓരോ പ്രോബ്ലം, എന്തെങ്കിലും പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ള കഴിവ് ഡെവലപ്പ് ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ ഡെവലപ്മെന്റ് ഓഫ് സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു കുട്ടിക്ക് എന്താണ് റോസ് പൂവും അതുപോലെ തന്നെ ഒരു എന്താണ് ജാസ്മിൻ അല്ലെ മുല്ലപ്പൂ കൊടുക്കും. അപ്പോ ഇത്
അവര് സ്മെല് ചെയ്ത് നോക്കിയിട്ട് അവർ പറയുന്നത് എന്താണ്, റോസ് പൂവിന്റെ മണം ഉണ്ടെങ്കിൽ റോസ് ആണെന്ന് പറയും അല്ലെ. ഓക്കെ, അതുപോലെ തന്നെ സ്മെല് അറിയാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് എന്ത് പൂവാണെന്ന് അവർക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പൊ പൂവാണെങ്കിൽ മണത്ത് നോക്കിയിട്ട് പൂവാണ് എന്നുള്ളത് അവർക്ക് പെട്ടെന്ന് അറിയാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അതാണ് അവിടെ സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. ഡെവലപ്മെന്റ് ഓഫ് സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ. അതുപോലെ തന്നെ ഡെവലപ്മെന്റ് ഓഫ് മെമ്മറി, ഓർമ്മശക്തി അല്ലെ, മെമ്മറി പവർ അവർക്ക് ഡെവലപ്പ് ആവുന്നുണ്ട്. അതുപോലെ യുക്തിപരമായിട്ട് ചിന്തിക്കാനായിട്ടും എന്താണ് അതിന്റെ കാരണങ്ങൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ടും അങ്ങനെയുള്ള കഴിവും ഡെവലപ്പ് ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ക്രിയേറ്റിവിറ്റി അല്ലെ, ഇമാജിനേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇമാജിൻ ചെയ്യാനായിട്ട് നല്ല രീതിയിൽ ഓരോ കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ടുള്ള കഴിവുണ്ട്. അതുപോലെ ലാസ്റ്റ് ആണ് ലാംഗ്വേജ് ഡെവലപ്മെന്റ്, ഭാഷാപരമായിട്ടുള്ള ഭാഷ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള കഴിവും കുട്ടികളിൽ ഡെവലപ്പ് ആയിട്ട് വരുന്നു. ഇത്തരം കാര്യങ്ങളാണ് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് പോയിന്റ്സ് ഒന്ന് വീട്ടിൽ നിന്നൊന്ന് വായിച്ചുകൊണ്ട് വരാം കേട്ടോ. പ്രോബബ്ലി നർച്ചറിങ് ആൻഡ് സ്റ്റിമുലേറ്റിംഗ് എൻവയോൺമെന്റ് അറ്റ് എ ഹോം എന്നുള്ളത് ഒന്ന് വീട്ടിൽ നിന്ന് വായിച്ചുകൊണ്ട് വരാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ പറയിപ്പിക്കാം ഓരോ കാര്യങ്ങൾ കേട്ടോ. എത്ര പേരൻസ് എടുക്കുന്നുള്ളൂ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം നമുക്ക്. ഞാൻ സൈൻ ഔട്ട് പറയുന്നത്, സൈൻ ഔട്ട് ആരാ? മാം, സൈൻ ഔട്ടിൽ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത പറയാം. June 9. Today is the National Donald Duck Day. We know that the Donald Duck is a famous cartoon character since 1934. On the basis of this day, I am going to talk about how does animation affect children. Cartoon enhances creativity. Watching cartoon help to increase children's imagination and their language. Also, they can understand more emotion. In other hand, excessive watching of cartoon negatively impact child development, potentially leading to aggression, lack of empathy, and health issue. Some cartoon promote violence, and the addiction leads for neglecting other important activities. So, we parents should aware about this. Allow screen time as a reward for positive behavior, and offer other rewards for less screen time. Thank you. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു. താങ്ക് യു മാം. Thank you.